ഈ ഒരു ഘോരവനത്തിൽ എങ്ങനെ ഭരണത്തിന് തുടക്കം കുറിക്കണമെന്നുള്ള ഒരു ചോദ്യം യുധിഷ്ഠിരനിലുണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുവാൻ അധികം താമസം വന്നില്ല. അപ്രതീക്ഷിതമായി ഒരാൾ അവരെ സഹായിക്കാൻ വേണ്ടി വന്നു. എവിടെ നിന്ന് ആരംഭിക്കണമെന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ വന്ന് പതിഞ്ഞിരിക്കുകയാണ്. അയാളുടെ മറുപടി എന്താണെന്നറിയുവാൻ ആകാംക്ഷയിലായിരുന്നു യുധിഷ്ഠിരൻ. പ്രഭാതത്തിന്റെ ആരംഭം എവിടെ നിന്നാണ് യുധിഷ്ഠിര? അതെ, സൂര്യനിൽ നിന്ന്. സൂര്യനിൽ അഗ്നി. അങ്ങനെ അർജുനനും അയാളും ആ ഘോരവനം അഗ്നിയിൽ താഴ്ത്തി. പാണ്ഡവർക്കെല്ലാം അയാളോട് വലിയ ബഹുമാനമായിരുന്നു. ഭരണത്തിൽ പിന്നീടുള്ള ഓരോ പ്രവൃത്തിയും അയാൾ യുധിഷ്ഠിരനോട് വ്യക്തമായി പറഞ്ഞു നൽകി. ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ആ സ്ഥലത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. യുധിഷ്ഠിരൻ അവിടെ പലതരത്തിലുള്ള കൃഷി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവിടെ പല വർണ്ണത്തിലുള്ള പൂന്തോട്ടങ്ങൾ സൃഷ്ടിച്ചു. ജനങ്ങളുടെ വരവിനായി വസതികൾ പണിതു. പിന്നീട് സൈന്യത്തെ രൂപീകരിച്ചു. പതിയെ പതിയെ മറ്റുള്ള രാജ്യങ്ങൾക്കപ്പുറം ഖാണ്ഡവപ്രസ്ഥം വളർന്നുകൊണ്ടേയിരുന്നു. കാലക്രമേണ ഖാണ്ഡവപ്രസ്ഥത്തിൽ ജനങ്ങൾ പുറത്തുനിന്ന് താമസിക്കുവാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ഖാണ്ഡവപ്രസ്ഥം എല്ലാം കൊണ്ടും ഒരു സ്വർഗം തന്നെയായി മാറി. വ്യക്തമായ പദ്ധതിയിലൂടെ അവരതൊരു സ്വപ്ന രാജ്യമാക്കി മാറ്റി. പിന്നീട് ഖാണ്ഡവപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥം എന്ന നാമത്തിൽ അറിയുവാൻ തുടങ്ങി. പാണ്ഡവ കുടുംബത്തിനു വേണ്ടി മനോഹരമായ ഒരു കൊട്ടാരവും അവിടെ പണിതുയർത്തി.